എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ സ്വർണ്ണമാലയൊക്കെ അണിയിച്ച് ശബരിമല മോഷ്ടാവാക്കി സമൂഹ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് MLA-മാരടക്കമുള്ള കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം തന്നെയായിരുന്നു. ഏതവസരങ്ങളെയും മുൻപിൻ നോക്കാതെ ഉപയോഗിക്കുന്ന സാധാ സൈബർ അണികളുടെ നിലവാരത്തിലേക്ക് നേതാക്കൾ ഇങ്ങനെ തരംതാണ ട്രോളുകളുമായി ഇറങ്ങരുതെന്ന് അന്നേ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു അർത്ഥത്തിൽ വെറും ട്രോളിനപ്പുറം ഒരുപക്ഷെ സംശയിക്കാൻ തക്ക 1/2 ഡസൻ കാരണങ്ങൾ വെച്ച് തന്നെ ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയെയും ഉന്നത കോൺഗ്രസ് നേതൃത്വത്തെയും വളരെ കൃത്യമായി തന്നെ പോറ്റി കേസിൽ ഉയർത്തിക്കാട്ടാൻ നിലവിൽ ആർക്ക് വേണമെങ്കിലും കഴിയും. കാരണം അത്രമാത്രം തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ മുന്നിൽ വന്ന് കിടക്കുകയാണ്. സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയ പോറ്റി 2 അതിലധികമോ തവണ സോണിയാഗാന്ധിയെ അവരുടെ വസതിയിൽ ഏറ്റവും അടുത്തിടപഴകും വിധം കണ്ടിരുന്നു. ഇത്തരം അനുമതികൾ കോൺഗ്രസ്, അതായത് സോണിയാഗാന്ധിയെ കാണാനുള്ള അനുമതികൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് പോലും കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം നമുക്കറിയാം, ഒഡീഷയിലെ ഏറ്റവും സീനിയർ കോൺഗ്രസ് നേതാവായ ഒരു വ്യക്തി ഈ സോണിയാഗാന്ധിയെ കാണാനുള്ള അനുമതിക്കായിട്ട് കാത്തിരുന്നത് 3 വർഷമാണ്. നമ്മുടെ BRM ഷഫീർ പറഞ്ഞ മണ്ടത്തരം പോലെ സോണിയയുടെ അസുഖം മാറ്റാൻ വേണ്ടിയാണ് പോറ്റി അവരുടെ വസതിയിൽ പോയി സന്ദർശിച്ചതെങ്കിൽ ഈ ശബരിമല സ്വർണം വാങ്ങിയ ഗോവർദ്ധനൻ എന്തിനാണ് പോറ്റിയെയും കൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ മറ്റൊരവസരത്തിൽ പോയതെന്ന് ഇതേ ന്യായം പറഞ്ഞവർ മറുപടി പറയേണ്ടി വരും. ഇനിയിപ്പോൾ അതിലും തർക്കിച്ചെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോൾ അതിലും തർക്കിച്ചാൽ ഇതേ സ്വർണം, അതായത് ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം ലോഹപ്പാളി, അത് മറ്റ് ചെമ്പിൽ നിന്നൊക്കെ വേർതിരിച്ചെടുത്ത് ഈ ഗോവർദ്ധനന് കൊടുത്ത ദുരൂഹ മാഫിയ വ്യാപാരിയായ പങ്കജ് ഭണ്ഡാരി ഈ സമയങ്ങളിൽ എന്തിന് സോണിയെ പോയി കണ്ടു എന്നതിനും കൂടി ഉത്തരം നൽകേണ്ടി വരും. അതും പോരാഞ്ഞ് സ്വർണം കൊണ്ടുപോയവൻ, സ്വർണം ചെമ്പുപാളിയിൽ നിന്ന് വേർതിരിച്ച് എടുത്തു കൊടുത്തവൻ, പിന്നീട് അത് വാങ്ങിയവൻ, മറ്റൊരു പുരാവസ്തു വ്യാപാരി ഇവരെല്ലാം കൂടി ഒരുമിച്ച് സോണിയാഗാന്ധിയെ കണ്ടത് എന്ത് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നതിന് ഉത്തരം നൽകേണ്ടി വരും. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് എത്നിക്ക, ഗണപതി എന്നിങ്ങനെ 2 പുരാവസ്തു വ്യാപാരശാലകളുണ്ടെന്നും ഇവിടെ നിന്ന് പലതും അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുമുള്ള സുബ്രഹ്മണ്യം സ്വാമിയുടെ മുൻപത്തെ ആരോപണങ്ങളെ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. ഈ സോണിയാഗാന്ധിയെ കണ്ട ഈ സംഘത്തിൽ പോറ്റി ഒഴികെയുള്ള 2 പേരും പുരാവസ്തു കച്ചവടക്കാർ കൂടിയാണെന്നും ഇവരെല്ലാവരും തന്നെ ശബരിമല സ്വർണ്ണക്കേസിൽ ഇപ്പോൾ SIT കസ്റ്റഡിയിൽ കഴിയുന്നവരാണെന്നും കൂടി ഓർക്കുക. അക്കാലത്ത് സ്വർണം പോയിട്ടില്ല എന്ന വാദം പറഞ്ഞാൽ പോലും ഇതേ പ്രതികളുമായിട്ട് എന്തായിരുന്നു സോണിയാഗാന്ധിക്കും ഈ പ്രതികളെ കൊണ്ടുപോയ കോൺഗ്രസ് നേതൃത്വത്തിനും ഇത്രമാത്രം അടുത്ത എക്സ്ക്ലൂസീവ് ബന്ധം എന്നതിന് ഉത്തരം നൽകാൻ ഈ സമയം വരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ന്യായമായും ബന്ധിക്കാവുന്ന 1/2 ഡസൻ തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണം പൂർത്തിയാകും മുൻപേ ഇത്തരം വസ്തുതകളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് അവരെ കുറ്റവാളിയാക്കി രാഷ്ട്രീയ വിജയം നേടേണ്ടതില്ല എന്ന കേരള മുഖ്യമന്ത്രി അടക്കമുള്ള തീരുമാനമാണ് ഇക്കാലത്ത് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. അത് എടുത്ത് തന്നെ പറയേണ്ടി വരും. ഇത്രയേറെ തെളിവുകളുണ്ട്, ന്യായമായും ആരോപണം ഉന്നയിക്കും. അത്രമാത്രം ലിങ്കുകൾ ഈ കേസിനകത്ത് ഇതുണ്ട്. എന്നിട്ട് പോലും കാര്യമായിട്ട് സോണിയാഗാന്ധിയുടെ പേരോ അടൂർ പ്രകാശിൻ്റെ പേരോ ഒന്നും മുഖ്യമന്ത്രി കാര്യമായിട്ട് പരാമർശിക്കുന്നില്ല. അസൽ ദുരൂഹത മുഖത്ത് എഴുതി വെച്ചിട്ടും ഈ അടൂർ പ്രകാശിൻ്റെ പേര് പോലും ഇവിടെ കൂടുതലായിട്ട് പ്രതിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇടത് നേതൃത്വം ആവേശം കാണിക്കുന്നില്ല. നിലവിൽ അന്വേഷണം വളരെ സത്യസന്ധമായി പോകുന്നുണ്ട് എന്നതും ആത്യന്തികമായി കുറ്റവാളികളെ പിടിക്കും വരെ ഇതുപോലൊരു സെൻസിറ്റീവ്, അതായത് ആരാധനാലയങ്ങളെ വെച്ചുള്ള ഒരു സെൻസിറ്റീവ് വിഷയത്തിൽ എടുത്തുചാടി രാഷ്ട്രീയം കളിച്ച് മുതലെടുക്കേണ്ടതില്ല എന്ന മാന്യമായ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇടതിൻ്റെത്. അത് വളരെ അഭിനന്ദനാർഹവുമാണ്.